അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഒരു അടിപൊളി വെജിറ്റബിൾ ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അത് പിന്നെ ഇത് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വെജിറ്റബിൾ കൊണ്ടും ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത്, പക്ഷെ ഞാനിതിൽ ശരിക്കും ഒനിയനും പിന്നെ ഇത് ക്യാരറ്റും പച്ചമുളക് തക്കാളി ഇതൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ, സാധാരണ ഇടുന്ന പോലെ. അപ്പം എന്താണ് അല്ലാണ്ട് വെറും ഉള്ളി ഇട്ടിട്ട് സവോള ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒനിയൻ ദോശ ഉണ്ടാക്കുക, ഒനിയൻ ഊത്തപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാ വെജിറ്റബിളല്ല, ക്യാരറ്റും പിന്നെ സവോളയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതാ മാവൊക്കെ സെറ്റായിട്ടുണ്ട്, മാവ് ഒക്കെ ആട്ടി വെച്ചാൽ അപ്പോൾ അത് നല്ല കട്ടിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല ഒരുപാട് ലൂസാവാൻ പാടില്ല, ഒരുപാട് ലൂസായാൽ ശരിയാവില്ല. പിന്നെ സവോള പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ക്യാരറ്റ്, മല്ലിയില, ഇത്രയും മതി. പിന്നെ മാവൊക്കെ ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവിൻ്റെ ലൂസിൽ ഒരുപാട് ലൂസായാൽ കട്ടി വേണം, കുറച്ച് ഇതിന് ഊത്തപ്പത്തിന് കുറച്ച് കട്ടി വേണം. അപ്പോൾ നമ്മളിതാ പിന്നെ കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സാക്കിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിപ്പൊടിയില്ലേ, ഇഡ്ഡലിപ്പൊടി പൊടിച്ച് വെച്ചതാണിത്, അത് കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ക്യാരറ്റ് ഇട്ട്, ഇനി കുറച്ച് ഉള്ളി സവോള ഇടാം, രണ്ട് പച്ചമുളക് മതി. കുട്ടികൾക്കധികം പച്ചമുളക് കഴിക്കുമ്പോൾ അവർക്ക് ഇടങ്ങേറാവും. 2 പച്ചമുളക് ഇപ്പോൾ ഇതിൽ വലിയ ഇതൊന്നും ഇല്ല ഇതിന്. പിന്നെ അതിൽ ഒരു കഷ്ണം തക്കാളി ഓവറാകണ്ട. പിന്നെ 2 മല്ലിയില, ഇതൊക്കെ കൂടിയിട്ട് ഒരു ലേശം ഉപ്പിട്ടിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് മറ്റേ മാവിലേക്കുള്ളത് മാവിൽ തന്നെ വേണം, ഇത് വേറെ. കുറച്ച് ഉപ്പിട്ടാൽ മതി, ഒരുപാട് ഉപ്പിട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 തവി മാവ് എടുക്കുക. കുറച്ച് കട്ടി വേണമല്ലോ, അപ്പോൾ 2 തവി മാവ് എടുത്തിട്ട് ഒഴിക്കുക. ഇതിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും നല്ല, ഒന്നാമത് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ, വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. അവർക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഇതിന് മേലെ ചട്നിപ്പൊടി, അതായത് ഇഡ്ഡലി പൊടിയില്ലേ, അത് നമ്മൾ ഇതിൽ വിതറും. ഇഡ്ഡലിപ്പൊടി എന്നാണോ ചട്നിപ്പൊടി എന്നാണോ നിങ്ങളൊക്കെ പറയുക, ഞങ്ങളിവിടെ ഇഡ്ഡലിപ്പൊടി എന്നാണ് പറയുക. ഇത് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇതിലുണ്ട്, ചാനലിലുണ്ട് കേട്ടോ. പിന്നെ അതിന് മേലെ കൂടെ നെയ്യും ഓയിലും കൂടി മിക്സാക്കിയില്ലേ, അതെടുത്ത് കുറച്ച് ഒഴിക്കുക. അതിന് മേലൊന്ന് അമർത്തി കൊടുക്കണം. എന്താ പറഞ്ഞിട്ടാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ അത് ചെതറിപ്പോകും. അപ്പം നിങ്ങൾക്കൊക്കെ അതൊക്കെ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്താണ് ഫാമിലി ഗ്രൂപ്പിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യുക. ഇതിലൂടെ നമ്മൾ കട്ടി ചട്നി കൂട്ടിയിട്ട് കഴിക്കാം. അടിപൊളിയായിട്ട് കട്ടി ചട്നിയും മുളക് ചട്നിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ എല്ലാ സാമ്പാർ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ തനിയെ കൊടുത്താൽ മതി. അവർക്ക് അങ്ങനെ കറികളൊന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ അവർക്കിത് കൊടുത്താൽ അവർ കഴിക്കും. അടിപൊളിയായിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. കട്ടിയായതുകൊണ്ടേ കാണാനും നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അസ്സലാമു അലൈക്കും.